പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ച വീടുകൾ ജപ്തി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതിന് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് പോകാം. കേരളത്തിലെ വീടുകൾ ജപ്തി പാടില്ല എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യയിൽ ജപ്തി വിരുദ്ധ ബിൽ പാസാക്കിയ ഏക സംസ്ഥാനമാണ് കേരളം. അത് നേരത്തെ തന്നെ നിയമം ആയിട്ടുണ്ട്. എന്നാൽ സർഫാസി നിയമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും സഹകരണ ബാങ്കുകളും ഉൾപ്പെടെ ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് അനുവദിക്കാൻ കഴിയുന്നതല്ല. ജപ്തി വിരുദ്ധ ബില്ലിൽ ഇതുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യണം. ജപ്തി ചെയ്യുന്നിടത്ത് വലിയ നോട്ടീസൊന്നും വയ്ക്കാൻ പാടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജപ്തി ചെയ്യുന്ന കുടുംബത്തിന് വേറെ താമസ സ്ഥലം ഒരുക്കണം. വീട് നിൽക്കുന്ന സ്ഥലം 3 സെൻറ്റോ അതിൽ കുറവോ ആണെങ്കിൽ ഒരു തരത്തിലും ജപ്തി പാടില്ല. സഹകരണ സംഘങ്ങൾക്ക് വീടുകൾ ജപ്തി ചെയ്യാൻ പാടില്ല എന്ന് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ജപ്തി വിരുദ്ധ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൂടുതൽ നടപടികൾ പാടുള്ളൂ എന്നും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ജപ്തിയുടെ ഭാഗമായിട്ട് ജപ്തി ചെയ്യത്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ വായ്പ അടയ്ക്കാതിരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പാടില്ല. നമ്മൾ വായ്പ അടയ്ക്കുക. ജപ്തി ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മളെ ആ ഒരു കടമിടപാടിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നല്ല അതിനർത്ഥം. നമുക്ക് അതിന് സാവകാശം തരുന്നു, നമുക്ക് പണം അടയ്ക്കുന്നതിന് ഇളവുകൾ നൽകുന്നു, കുറച്ച് നമ്മുടെ പലിശയും പിഴപ്പലിശയും കൂട്ടുപലിശയൊക്കെ കുറയ്ക്കുന്നു. അങ്ങനെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ കൂടെ ഈ പൈസ അടയ്ക്കാനുള്ള അവസരം കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ ജപ്തി നടപടി ഇല്ല എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും അങ്ങനെ നമുക്ക് ജപ്തി ചെയ്തില്ല എന്നും പറഞ്ഞ് പണം അടയ്ക്കാതിരിക്കരുത്. പണം അടയ്ക്കുക തന്നെ ചെയ്യണം. കഴിവതും നമുക്ക് ഒരു മാസം എത്ര രൂപയാണോ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ഒരു 100 രൂപയും കൂടെ കൂട്ടി അടച്ചാൽ അത് ഏറ്റവും വേഗത്തിൽ നമ്മുടെ വായ്പ തീർപ്പാക്കാനുള്ള ഒരു അവസരമായിട്ട് മാറും. അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും ഒരു രീതിയിലുള്ള പിന്നോട്ട് മാറി നിന്നുകൊണ്ട് നമുക്ക് അടയ്ക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അടയ്ക്കാതിരിക്കും. ആരും അങ്ങനെ എല്ലാവരും കൃത്യമായിട്ട് അടയ്ക്കുന്നവരൊന്നും അല്ല. കേരളത്തിലെ ഈ വായ്പകൾ എടുക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഒരു തവണയെങ്കിലും മുടങ്ങാത്ത ആൾക്കാരില്ല. എത്ര സാമ്പത്തികം ഉള്ളവരായാലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊരു വലിയ കുറ്റമൊന്നുമല്ല. ജപ്തി ആകുന്നതും നമ്മുടെ ഒരു വലിയ കുറ്റമായിട്ട് ഉടനെ ആത്മഹത്യയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അതൊന്നും നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്ക് സാമ്പത്തിക ബാധ്യത എല്ലാവർക്കും ഉണ്ടാകും. വലിയ വലിയ പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് വരെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലേക്കൊന്നും പോകാതെ നമുക്ക് ഒക്കുന്ന രീതിയിലൊക്കെ വായ്പ അടച്ച് തീർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അത് ചെയ്യാവുന്ന ഒരു കാര്യം. കാരണം ജപ്തി എന്ന് പറയാൻ നമ്മുടെ ജീവിതം മൊത്തം ഇല്ലാതാക്കുന്ന ഒരു നടപടിയൊന്നുമല്ല. അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ജപ്തി നടപടികളുമായിട്ട് ബന്ധപ്പെട്ടും ഒറ്റത്തവണ തീർപ്പാക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സഹകരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ കൂടെ നമ്മൾ പൈസയൊക്കെ അടച്ചു തീർത്ത് ആ വായ്പയിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ നമുക്ക് വായ്പ പിന്നീട് ലഭിക്കുകയില്ല. അങ്ങനെയുള്ള ഒരിതുണ്ട്. അതുപോലെ തന്നെ നിശ്ചിത കാലയളവ് വരെ നമുക്ക് മറ്റ് ഇളവുകൾ ലഭിക്കില്ലെന്നൊക്കെയുണ്ട്. പക്ഷേ സഹകരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളും 5 വർഷത്തിനുള്ളിൽ വായ്പ കൊടുക്കാൻ പാടില്ലെന്ന ഉള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതില്ല. നിലവിൽ നമ്മൾ വായ്പ അടച്ചു തീർത്ത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ കൂടെ ആണെങ്കിൽ പോലും നമ്മൾ ആ വായ്പ അടച്ചു തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വായ്പ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ലോൺ നൽകണമെന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 5 വർഷത്തേക്ക് വായ്പ ഇങ്ങനെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ കൂടെ ക്ലോസ് ചെയ്തവർക്ക് 5 വർഷം വരെ മറ്റിളവുകളൊന്നും നൽകാൻ പാടില്ല എന്ന് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. ഈ 2-3 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ പരമാവധി ആൾക്കാർ ലോണുകൾ വായ്പകളൊക്കെ തന്നെ അത് നമ്മളൊരു അടയ്ക്കേണ്ട, അല്ലെങ്കിൽ അതിനൊരു റിസ്ക് എടുക്കാത്തത് നമ്മളെ വളരെയേറെ ബാധിക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ വായ്പ എല്ലാം അടച്ചു തീർത്തേ പറ്റൂ.
അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.